നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. ഇന്നത്തെ നമ്മുടെ ചലഞ്ചിന്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അഗെയിൻ ഒരു ഹെന്ന പാക്ക് ആണ്. ഇന്നത്തെ ഹെന്ന പാക്ക് ഞാൻ രണ്ട് ഉദ്ദേശത്തിലാണ് ഇട്ടേക്കുന്നത്. അതായത് ഇന്ന് നമ്മൾ താനിക്കയും ഹെന്ന പൗഡറും ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു ഹെയർ പാക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. രണ്ട് രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു ഹെന്ന പാക്ക് എന്ന് പറയുന്നത് ഞാനിവിടെ ഫുൾ ബീട്രൂട്ടിന്റെ ജ്യൂസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബീട്രൂട്ടിന്റെ ജ്യൂസ് വേണമെങ്കിലും ഉപയോഗിക്കാം. അതായത് എനിക്ക് മുടിക്ക് ഇച്ചിരി ഒരു ബ്രൗൺ കളർ, അതായത് ഒരു ബർഗണ്ടി കളറൊക്കെ ഉള്ളതാണ് നല്ല ഇഷ്ടം. ഒരുപാട് അങ്ങ് ബ്ലാക്ക് കളർ ആയിരിക്കുന്നതിനെക്കാട്ടിയും കുറച്ച് ബ്രൗൺ കളറൊക്കെ ഉള്ളതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ ബീട്രൂട്ടിന്റെ ജ്യൂസാണ് ഫുള്ളായിട്ടും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ബീട്രൂട്ടിന്റെ ജ്യൂസും തേയില വെള്ളവും മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ബീട്രൂട്ടിന്റെ ജ്യൂസ് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്തിട്ട് തേയില വെള്ളം മാത്രം ഉപയോഗിച്ചിട്ടും ചെയ്യാം. പിന്നെ ഇതിന്റെ വേറെ അഡ്വാൻറ്റേജ് കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ബീട്രൂട്ട് മാത്രം ഉപയോഗിച്ച് ഫുള്ള് ഞാൻ ഈ പറഞ്ഞേക്കുന്നത് പോലെ ഇതേപോലെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടതിന് ശേഷം നിങ്ങൾ അത് കഴുകി ഉണങ്ങിയതിന് ശേഷം അടുത്ത ദിവസം നീലയമരി ഇടുവാണെങ്കിൽ നല്ല ഒരു ഡാർക്ക് ബ്രൗൺ കളർ കിട്ടും. അതായത് ഈ ഒരു ബർഗണ്ടി കളറും നമ്മുടെ ആ നീലയമരിയുടെ ബ്ലാക്ക് കളറും കൂടെ ചേരുന്ന സമയത്ത് നല്ല ഡാർക്ക് ബ്രൗൺ കളർ കിട്ടും. കാരണം നീലയമരി നമ്മൾ തേയില വെള്ളത്തിലാണ് മിക്സ് ചെയ്ത് തലയിൽ തേക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു കളർ കിട്ടും. അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലാത്തവർക്ക് ഇതിൽ നമുക്ക് തേയില വെള്ളം തന്നെ മിക്സ് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ടും ഇന്നത്തെ ഹെന്ന പാക്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഓപ്ഷനാണ്. നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമോ ചെയ്യാം. പക്ഷെ താനിക്ക മസ്റ്റാണ്. താനിക്ക നല്ല പോലെ നമ്മുടെ വേരോടെ മുടിയെ കറുപ്പിക്കാനായിട്ട് സഹായിക്കും. ഈ ഒരു പാക്ക് നമുക്ക് ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾക്ക് നാച്ചുറലായിട്ട് മുടി കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നല്ല ചിലർക്ക് മുടിക്ക് ഭയങ്കര കളറിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമല്ലേ, അങ്ങനെയുള്ളവർക്ക് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം ഈ ഒരു പാക്ക് എന്ന് പറയുന്നത്. അതായത് കുറച്ച് മുടി എടുക്കുക, അങ്ങനെ ചുമ്മാ ഇടയിൽ മാത്രം ആരുടെയെങ്കിലും സഹായത്തോടെ ഫുൾ കളർ ചെയ്തിട്ട് ഒരു അലുമിനിയം ഫോയിൽ പോലുള്ളൊരു പേപ്പർ വെച്ച് മടിച്ചു വെച്ചിട്ട് തന്നെ ആ ഒരു ഭാഗത്ത് മാത്രം നല്ല കളർ കിട്ടാനായിട്ടും അവർക്ക് ഈ ഒരു പാക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇത് ഞാൻ പൂർണ്ണമായിട്ടും നര മാറാൻ എന്നുള്ള ഇതിൽ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ ടീനേജ് കുട്ടികൾക്കും ഉപയോഗിക്കാം. അവർക്ക് കൂടെ ഒരു ടിപ്പ്. അപ്പൊ നമുക്ക് ആദ്യം നിങ്ങൾ ആ ഒരു പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വരും. അതിനുശേഷം ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പറയാം. 3 ഇൻഗ്രീഡിയൻറ്റ് മതി. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ ഹെന്ന പൗഡർ. അതിനകത്ത് നിങ്ങൾക്ക് ചെമ്പരത്തിപ്പൂവിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അതും കൂടെ മിക്സ് ചെയ്യാം. ഞാനിതിനകത്ത് കുറച്ച് ചെമ്പരത്തിപ്പൂവിൻ്റെ പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് തന്നെയാണ് ഹെന്ന വെച്ചേക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ചെമ്പരത്തിപ്പൂവുണ്ട്. ഇല്ലാത്തൊരു വിഷമിക്കേണ്ട, പ്ലെയിൻ ആയിട്ടുള്ള ഹെന്ന ആയാലും മതി. ആദ്യം ഒരു 1/2 കപ്പ് ഹെന്ന എടുക്കുക. നമ്മുടെ മുടിക്ക് ആവശ്യത്തിനുള്ളത് വേണം എടുക്കാനായിട്ട്. ഹെന്ന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മുടിയിലും പറ്റണം. അപ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക. അപ്പോൾ നിങ്ങൾ കുറച്ച് അധികം എടുത്തേക്കുക. അതേ അളവിന് തന്നെ താനിക്കയുടെ പൊടി ഇടുക. നമ്മൾ ഹെന്ന ഇട്ട അതേ അളവിൽ ഈക്വൽ ക്വാണ്ടിറ്റിയിലായിരിക്കണേ താനിക്കയുടെ പൊടി ഇടുക. അതിനുശേഷം ഇത് രണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ കുഴയ്ക്കുന്നത് ബീട്രൂട്ടിൻ്റെ വെള്ളം ഉപയോഗിച്ചിട്ടാണ്. ബീട്രൂട്ട് ജ്യൂസ് മാത്രം, വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. ബീട്രൂട്ട് ജ്യൂസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടിക്ക് ഒരു ബർഗണ്ടി കളർ പോലെ വരും. അത് കഴിഞ്ഞ് നമ്മൾ നാളെ നീലയമരി ഇടുന്ന സമയത്ത് ആ കളറ് നല്ല ഡാർക്ക് ബ്രൗൺ കളറായി മാറും. ഓക്കെ, നല്ല വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ബീട്രൂട്ടിൻ്റെ ജ്യൂസ്, ഇത് കേട്ടോ ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ്. ബീട്രൂട്ടിൻ്റെ ജ്യൂസ് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ചിട്ട് നല്ല പോലെ അതൊരു നമ്മുടെ ഹെന്ന പേക്ക് മുമ്പേ ഉണ്ടാക്കിയപ്പോൾ ഞാനൊരു പേസ്റ്റിൻ്റെ പരുവം കാണിച്ചിട്ടില്ലേ, ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഹെന്നയൊക്കെ ആയതുകൊണ്ട് കുഴയാനായിട്ട് കുറച്ച് സമയമെടുക്കും. നിങ്ങൾ പതുക്കെ ഇരുന്ന് നല്ല രീതിയിൽ കുഴച്ചെടുക്കാം. കണ്ടോ, ഇത് മിക്സ് ചെയ്ത് വരുമ്പം ഇതുപോലൊരു ബർഗണ്ടി കളറായിരിക്കും. നിങ്ങൾ പക്ഷേ ഇത് ഇത്രയും കളർ തലയിൽ ഇങ്ങനെ ആയിരുന്നാലും ശരി, നമുക്ക് ഇടുമ്പം നല്ലൊരു ബർഗണ്ടി കളർ പോലെ തോന്നും. പക്ഷേ നമ്മളത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നീലയമരി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നീലയമരിയുടെ ബ്ലാക്കും ഈ ഒരു ബർഗണ്ടി കളറും കൂടെ ചേർന്നിട്ട് നല്ല ഡാർക്ക് ബ്രൗൺ ആകും. ഇത് നമ്മൾ ഒരു 12 മണിക്കൂറെങ്കിലും, അതായത് നൈറ്റ് ഫുള്ളായിട്ട് വെച്ചേക്കണം. ഞാനിപ്പോൾ നൈറ്റ് വെക്കാനായിട്ട് മറന്നുപോയതല്ല, എനിക്ക് താനിക്കയുടെ പൊടി കിട്ടിയില്ല. അപ്പം ഞാനിപ്പോൾ ഇത് രാവിലെയാണ് ഇട്ട് വെക്കുന്നത്. രാവിലെ ഇട്ട് വെച്ചിട്ട്
ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഒരു വൈകുന്നേരം വന്നിട്ട് ഓഫീസിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം ഇത് തലയിലിടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് പിന്നെ രാവിലെയാണ് ഇട്ട് വെക്കുന്നത്. അതുകൊണ്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഉള്ള ഫോം എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല. കാരണം അപ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നതും എല്ലാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇരിക്കുക. നിങ്ങളിത് ഒരു രാത്രി ഫുള്ളായിട്ട് അടച്ചു വെച്ചേക്കുക. രാവിലെ ഇരുമ്പ് സത്തും കൂടെ ചേരുന്ന സമയത്ത് നല്ല ഡാർക്ക് ബ്ലാക്ക് കളറും കൂടെ വരും. അപ്പോൾ അത് വേണം നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതിപ്പോൾ ഞാൻ എനിക്ക് ഇട്ട് കാണിക്കാൻ പറ്റാത്ത കാരണം ഞാൻ രാത്രി എനിക്ക് താനിക്കയുടെ പൊടി കിട്ടിയില്ല. അത് കാരണം എനിക്കിപ്പോൾ രാവിലെ വാങ്ങിയിട്ട് വന്നതിന് ശേഷമാണ് ഇട്ട് വെച്ചത്. എനിക്കിനിപ്പോൾ ഓഫീസിലൊക്കെ പോയിട്ട് വന്നിട്ട് വൈകുന്നേരമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വൈകുന്നേരം 5 മണിക്ക് മുമ്പ് വീഡിയോ ഇടണം. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല. നാളത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത ശേഷമുള്ള എന്നോട് മുടി കാണിച്ചു തരാം. ഞാനിത് കംപ്ലീറ്റ് ആയിട്ടും ഈ ബീറ്റ്റൂട്ടിൽ തന്നെയാണ് ഇടുന്നത്. എനിക്കിഷ്ടമാണ്, നല്ല ഭംഗിയാണ്. അങ്ങനെ ബീറ്റ്റൂട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം വെയിലിലൊക്കെ നിൽക്കുമ്പോൾ മുടി കാണാൻ നല്ല രസമാണ്. നല്ല ഒരു ഇത് പറയുന്ന നല്ല ഒരു ഷൈനിങ് ഉള്ള മുടി പോലെ തോന്നും. അതെല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. അതുകൊണ്ടാണ് ഞാൻ 2 ഓപ്ഷൻ വെച്ചത്. തേയില വെള്ളത്തിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്യാം, ഇല്ലെങ്കിൽ വെറും വെള്ളത്തിൽ മിക്സ് ചെയ്താലും കുഴപ്പമില്ല. തേയില വെള്ളമാകുമ്പോൾ നമുക്ക് ആ ഒരു ഡാർക്ക്നെസ് കൊടുക്കും. അതുകൊണ്ടാണ് തേയില വെള്ളത്തിൽ മിക്സ് ചെയ്യാം എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞ് ഒരു 1 മണിക്കൂർ തൊട്ട് 2 3 മണിക്കൂർ 4 മണിക്കൂർ തലയിൽ വെച്ചാലും നല്ലത്. എത്രത്തോളം നമ്മൾ തലയിൽ വെക്കുന്നോ അത്രത്തോളം നമ്മുടെ തലമുടിക്കുള്ളിൽ ആ സ്റ്റെയിൻ ഇറങ്ങും. അപ്പോഴാണ് നല്ല കളർ കിട്ടുക. ഇട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇന്ന് നീലിയാമ്പരി ഇടണ്ട. നാളത്തെ പാക്ക് നമ്മുടെ നീലിയാമ്പരിയാണ്. അതായത് നീലിയാമ്പരിയുടെ പാക്കിന്റെ ഓൾറെഡി നമ്മൾ തേയില വെള്ളത്തിൽ മിക്സ് ചെയ്തൊരു നീലിയാമ്പരിയുടെ പാക്ക് ഇട്ടിട്ടുണ്ട്. ആ പാക്കിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, എന്നാലും ഞാൻ ഒന്നുകൂടെ കൊടുക്കാം. അത് നിങ്ങൾ കണ്ടതിന് ശേഷം ആ ഒരു പാക്ക് വേണം നാളെ ഇടാനായിട്ട്. അതായത് ഇന്ന് ഈ എണ്ണ പാക്കും നാളെ നീലിയാമ്പരിയുടെ പാക്കും. ഓക്കെ, അപ്പോൾ ഈ 2 പാക്കുമാണ് ഇന്നും നാളെയുമായിട്ടുള്ളത്. അത്രേ ഉള്ളൂ കാര്യങ്ങൾ. വേറെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷേ ഷാമ്പു ചെയ്യരുത്. ഇന്നും ഷാമ്പു ചെയ്യാൻ പാടില്ല, നാളെയും ഷാമ്പു ചെയ്യാൻ പാടില്ല. ഒരുപാട് പേർക്കുള്ള വിഷമം നീലിയാമ്പരി ഇടുമ്പോൾ ഭയങ്കരമായിട്ട് സ്റ്റിക്കി ആവുന്നു എന്നുള്ളതാണ്. നീലിയാമ്പരി ഇടുമ്പോൾ സ്റ്റിക്കി ആകും, പക്ഷെ നിങ്ങൾ മുടി വലിച്ചു പിടിച്ച് പൊട്ടിക്കാനൊന്നും നോക്കരുത്. അതിന് ഒന്ന് മാനേജ് ചെയ്ത് കയ്യിൽ ചെറുതായിട്ടൊന്ന് എണ്ണ നല്ലതുപോലെ കൈ വെച്ച് തന്നെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ മുടിയിൽ ഇങ്ങനെ ജസ്റ്റ് ഓരോ മുടിയായിട്ട് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നല്ല വൈഡ് ആയിട്ടുള്ളൊരു കോമ്പ് വെച്ച് നല്ല രീതിയിൽ ചികി കൊടുക്കുക. മുടി നല്ല സോഫ്റ്റ് ആയിട്ട് കിടന്നോളും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നീലിയാമ്പരി കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത ദിവസം, അതായത് ഇന്ന് ഹെന്ന നാളെ നീലിയാമ്പരി, അതിന്റെ അടുത്ത ദിവസം കംപ്ലീറ്റ്ലി നമ്മൾ തലയിൽ ഒന്നും ചെയ്യുന്നില്ല. തല കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് ഇട്ടിരിക്കണം. തല വാഷും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പോഴാണ് നമുക്ക് ഇന്നിട്ട ഈ ബർഗണ്ടിയുടെ കളറും നാളെ ഇടുന്ന ആ നീലിയാമ്പരിയുടെ കളറും എല്ലാം കൂടി ചേർന്ന് നല്ല ഒരു ഡാർക്ക് ബ്രൗൺ കളർ കിട്ടാനായിട്ട് സഹായിക്കും. നല്ല രീതിയിൽ ഹെന്ന നിങ്ങൾക്ക് റിസൾട്ട് തരുന്ന ഒരു ഹെന്നയായിരിക്കും ഇത്. അതേപോലെ തന്നെ താലിക്ക മുടിയെ നല്ല ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ടും ഒക്കെ സഹായിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പാക്ക് ചെയ്ത് നോക്കണം. ബർഗണ്ടി കളർ ഇഷ്ടമുള്ളവർ മാത്രം ചെയ്താൽ മതി. അത് ബിക്കോസ് നല്ല കളറാകും, നല്ലൊരു ബർഗണ്ടി കളറാകും. ഒരുപാട് നാളൊന്നും നിൽക്കില്ല ആ കളർ. അത് പതുക്കെ ഡാർക്ക് ബ്രൗൺ ആയിട്ട് വരും. എങ്കിലും ചിലർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഞാൻ ഇട്ടതിന് ശേഷം നാളെ നിങ്ങളെ കാണിക്കാം കേട്ടോ എൻ്റെ മുടിയുടെ കളർ. ഈ വെട്ടത്തിൽ എങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയില്ല, എങ്കിലും വെയിലത്ത് നിന്നെങ്കിലും ഞാൻ നാളെ നിങ്ങളെ കാണിച്ചു തരാം ആ ഒരു കളർ എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നാളെ നിങ്ങൾ ആ നീലിയാമ്പരി വേണം ഇടാനായിട്ട്. ഓക്കെ, നാളത്തെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ഇടാം. അത് ഞാൻ നാളെ പറയാം. നാളെ നിങ്ങൾ നീലിയാമ്പരി ഇടുക. മറ്റന്നാളും നമുക്ക് വീഡിയോ ഇല്ല, കാരണം മറ്റന്നാൾ നമ്മൾ ഫ്രീ ആയിട്ട് തലയിൽ ഒന്നും ഇടുന്നില്ല. ഫ്രീ ആയിട്ടാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഞാൻ വേറൊരു ഡ്രിങ്കിന്റെ കാര്യം പറയാം. അതായത് ഞാൻ എന്നും പറയണമെന്ന് വിചാരിക്കുന്ന ഒരു ഡ്രിങ്കാണ് ഇത്. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പഴങ്കഞ്ഞി വെള്ളത്തിൽ, അതായത് നമ്മുടെ തലേ ദിവസത്തെ ചോറ് വെച്ച വെള്ളത്തിൽ കറിവേപ്പില അരച്ചു കുടിക്കുന്നത്. സത്യമായിട്ടും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണത്. നിങ്ങളുടെ മുടി കറുപ്പിക്കാനും ഈ ഒരു ചൂട് സമയത്ത്, ഇവിടെയൊക്കെ ഭയങ്കര ചൂടാണ്, നാട്ടിലൊക്കെ മഴയാണ് അല്ലേ, ഇവിടെയൊക്കെ നല്ല ചൂടാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ശരീരം തണുപ്പിക്കാനും കുഞ്ഞുങ്ങൾക്കും ഒക്കെ വളരെ നല്ലതായിട്ടുള്ള ഒരു പഴങ്കഞ്ഞി ഡ്രിങ്ക്, അതായത് പഴങ്കഞ്ഞിയും കറിവേപ്പിലയും ചേർത്തിട്ടുള്ള ഒരു ഡ്രിങ്ക് കൊച്ചു കുട്ടികൾക്കും ഒക്കെ കൊടുക്കുക. അവർക്കൊക്കെ ശരീരം നല്ല തണുക്കും, മുടിയൊക്കെ നല്ല കറുപ്പായിട്ട് വളരാനും ഒക്കെ സഹായിക്കും. ആ ഒരു പഴങ്കഞ്ഞി ഡ്രിങ്കിന്റെ ലിങ്കും ഞാൻ താഴെ ഇട്ടേക്കാം. നിങ്ങൾ ദിവസവും രാവിലെ പറ്റുമ്പോഴൊക്കെ, എന്തായാലും എല്ലാവരുടെ വീട്ടിലും ചോറ് കാണുമല്ലോ, പഴയ ചോറുണ്ടാകുന്ന ബാക്ടീരിയ നമ്മൾ വെളിയിൽ തന്നെ വെച്ചേക്കണം, ഫ്രിഡ്ജിലൊന്നും വെക്കരുത്. വെളിയിൽ വെച്ചിട്ട് ആ വെള്ളം മാത്രം, അതെങ്ങനെയാണെന്നുള്ളതെല്ലാം ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് ആ ഒരു വെള്ളം കൂടെ നമ്മുടെ ഈ ഒരു ആഴ്ചയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലതായിരിക്കും, സൂപ്പർ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കിയതിന് ശേഷം നാളെ നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.